വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, മനുഷ്യന്റെ ജീവിതം വെറും പുല്ലുപോലെയാണ്. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെ, വയലിലെ പൂ പോലെ. അത് വിരിയും, എന്നാൽ കാറ്റടിക്കുമ്പോൾ എന്താകുന്നു? അത് കാറ്റടിക്കുമ്പോൾ കൊഴിഞ്ഞു പോകും. അല്ലേ? 103-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ തിരുവചനവും, മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെ ആണ്. അല്ലേ? നമ്മൾ പറയാറില്ലേ? പോണ പുല്ലേ നമ്മൾ പറയാറില്ലേ? പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. ഇത് വചനത്തിലുള്ളത്. ദൈവം പറയുകയാണ്, മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്. അത് നമ്മളങ്ങനെ പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? എന്താ? നീ തൊട്ടടുത്ത നിമിഷം കൊഴിഞ്ഞ് വീഴാനുള്ളവനാ. നീ പിന്നെ എന്തിനാ അഹങ്കരിക്കണേ? അല്ലേ? എന്തിനാ അഹങ്കരിക്കുന്നത്? അത് ചുടുകാറ്റടിക്കുമ്പോ കൊഴിഞ്ഞു പോകുന്ന നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. അത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. ചക്കരയാണ്, പൊന്നാണ്, തേനാണ്, ചങ്കാണ്. അല്ലേ? കുഴിയിലേക്ക് വെച്ച ഒരു 40 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചക്കരയില്ല, പൊന്നുമില്ല, തേനുമില്ല, ചങ്കുമില്ല. നിന്നിരുന്ന ആ സ്ഥലം പോലും എന്താ പറയുന്നത്? ആ ഇടം, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. അല്ലേ? അല്ലേ അൻസി? നീ ഇപ്പൊ അപ്പനെ ഓർക്കാറുണ്ടോ? എപ്പോഴും നിന്റെ അപ്പനെ ഓർക്കാറുണ്ടോ? എപ്പോഴും അതാണ് ഓർമ്മ. ഇടയ്ക്ക് ഓർക്കും ചിലപ്പോ. അല്ലേ? ഇടയ്ക്ക് ചിലപ്പോ ഓർക്കും. നീ ഓർക്കും, ഇടയ്ക്ക് ഓർക്കും. ശരിയാ. അപ്പൊ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുകയാണ്. കർത്താവ് നമ്മളോട് എന്താ പറയുന്നത്? കർത്താവ് പറയും, അതുകൊണ്ട് മക്കളെ, എന്റെ സ്നേഹത്തിലും കരുണയിലും നിങ്ങൾ ആശ്രയിക്കുക. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്. എത്ര ദിവസം ജീവിച്ചു എന്നുള്ളതല്ല, കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്. അവിടുന്ന് പറയുന്നുണ്ട് ആ സങ്കീർത്തനത്തിൽ തന്നെ 103-2 എന്താ പറയുന്നത്? 3 എന്താ പറയുന്നത്? അതുകൊണ്ട് എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് ഈ അനുഗ്രഹമൊന്നും മറക്കരുത്. പിന്നെന്താ പറയാ? നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്നെ സുഖപ്പെടുത്തുന്നു. അവൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് അവിടുന്ന്. പിന്നെന്താ? ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ? പാതാളത്തിൽ നിന്ന് നമ്മുടെ ജീവനെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. പാതാളത്തിൽ നമ്മുടെ ജീവനെ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ ജീവനെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നു. പാതാളത്തിന് കൊടുക്കാതെ, പിശാചിന് കൊടുക്കാതെ നമ്മുടെ ജീവനെ ഇതാ ദൈവം സ്വന്തമാക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് കേവലം നൈമിഷികമാണെല്ലാം. ജീവനും ജീവിതവും പ്രിയപ്പെട്ടവരും വീടും വാഹനവും എല്ലാം നീർ കുമിള പോലെ. എന്നാൽ നീ എന്റെ കരുണയിൽ ആശ്രയിച്ചാൽ, നീ എന്റെ സ്നേഹത്തിലൊന്നായിരുന്നാൽ, അതാ 103-ാം സങ്കീർത്തനം. നീ എന്റെ കരുണയിൽ ആശ്രയിച്ചാൽ, എന്റെ സ്നേഹത്തിലൊന്നായിരുന്നാൽ, നിന്റെ ജീവനെ ഞാൻ പാതാളത്തിൽ നിന്ന് രക്ഷിക്കും. ഇതില് നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടതല്ലേ? അല്ലേ? 10, 70, 80 വർഷം അല്ലെങ്കിൽ 90 വർഷമൊക്കെ ജീവിച്ചിട്ട് എത്ര ദിവസമുണ്ട്? അല്ലേ? ഇനി നമ്മളിത് കണക്കൂട്ടിയേക്ക്. ഇനിയൊക്കെ നമ്മുടെ ജീവിതം എത്ര ദിവസമുണ്ട് ബാക്കി? അല്ല, ഒരു ആവറേജ് ഒരു 90 വയസ്സ് വരെ ജീവിക്കും. സപ്പോസ് 90 വയസ്സ് വരെ ജീവിക്കും. 90 × 365 എത്രയുണ്ട്? അല്ലേ? 100 വരെ ജീവിക്കുമെങ്കിൽ എന്തോരുണ്ട്? 35,000 സംതിങ് ആണ്. അല്ലേ? 650 അങ്ങനെയല്ലേ കണക്ക്? ദിവസം
ഇപ്പൊ 100 വർഷം ജീവിച്ചു. ഓക്കെ, ചന്ദ്രൻ ചേട്ടാ 100 വർഷം ജീവിക്കാതെ കണക്കൂട്ട്. 32,000. ആ, അപ്പൊ 32 33,000 വർഷമേ ഉള്ളൂ 100 വയസ്സ് വരെ ജീവിച്ച. 32,000 ദിവസമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന വയസ്സ് എത്രയാണ്? അപ്പൊ എത്ര ദിവസം കഴിഞ്ഞ് ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? നോർമലി ആയുസോടെ ഇരുന്നാൽ അതിന്റെ ഇടയ്ക്ക് അടിച്ചു പോയാൽ തീർന്നു, അല്ലേ? അടിച്ചു പോയാൽ തീർന്നു. തമ്പുരാന്റെ കരുണയിൽ, അല്ലേ? അതാണ് കർത്താവിന്റെ കരുണയിലും സ്നേഹത്തിലും നീ ആശ്രയിക്കുക. മനസ്സിലായോ? അതാണ് ജീവിതം. പുല്ല് പോലെയാണ്. കരുണയിലും സ്നേഹത്തിലും ആശ്രയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈ വീടൊരു മരണ വീടാകണ്ട, അല്ലേ? ഇന്നിവിടെ ആരാധന നടക്കുവോ? ആരാധന നടക്കുവോ? ഒരു വണ്ടി, ബൈക്ക് സാധാരണ റോട്ടിൽ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പുറകെ ഇരിക്കുന്ന ആളെ കൂടി റോട്ടിലേക്ക് തെറിച്ചു പോകും. മറ്റേ ആൾ ഇങ്ങോട്ടും ബൈക്കും തെറിച്ചുണ്ട്. ചേച്ചി ശരിക്കും റോട്ടിലേക്കാണ് പോകേണ്ടത്. റോഡിലേക്ക് പോയി എന്താ സംഭവിക്കും? കർത്താവിന്റെ കരുണ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇതാണ്, അല്ലേ? എന്നാ പിന്നെ ഇത്രയും കരുണയും സ്നേഹമൊക്കെയുള്ള തമ്പുരാൻ പിന്നെ എന്തിനാ ഉറ്റിച്ചാടിച്ചേ? അതൊരു ചോദ്യമല്ലേ? എന്നാ പിന്നെ ഉറ്റിച്ചാടിക്കായിരുന്നാ പോലെ? അല്ല, അവിടെ ഉരുട്ടി ചാടിക്കാതെ, അവിടെ വീഴിക്കാതെ, ഈ അപകടം പറ്റാതെ, അല്ലേ? ഇപ്പോ ജോസേട്ടനത്തെ പത്തേന്നും പറഞ്ഞ് നടക്കുന്ന അങ്ങനെ നടക്കാതെ കർത്താവിന് വേണമെങ്കിൽ സംരക്ഷിക്കാൻ പാടില്ലായിരുന്നോ? ഇല്ലേ? പിന്നെ എന്തിന് ഇങ്ങനെ ചെയ്തു? എന്തിനിങ്ങനെ ചെയ്തു? കർമ്മമാര് പറഞ്ഞു അതിന്റെ ഒലക്കൊണ്ട് അടിച്ചിട്ട് മുറം കൊണ്ട് വീശുക, ഇതാണോ കർത്താവ്? പിന്നെ കർത്താവ് സംരക്ഷിച്ചതാണ്, ശരി, ഞാൻ സമ്മതിക്കുന്നു. കർത്താവിന് വേണമെങ്കിൽ ആ പരിക്ക് പറ്റാതെ സംരക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലേ? എന്റെ ചോദ്യം, എന്തുകൊണ്ട് ആ പരിക്ക് പറ്റി? എന്തുകൊണ്ട്? നമ്മൾ പറയും കർത്താവിന്റെ കരുണയും സ്നേഹം കൊണ്ടാണ് ഇന്നിപ്പോ ജീവനോടെ ഇരിക്കുന്നത്, ശരി തന്നെ. എങ്കിൽ ആ കർത്താവിന് ഈ കാല് പൊട്ടിക്കാതെ ഇപ്പൊ 2 സൈഡിലും സ്റ്റീലിട്ടിരിക്കുക, അല്ലേ? അത് ചെയ്യാതെ കർത്താവിന് സംരക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്നാ എന്റെ ചോദ്യം. പാടില്ലായിരുന്നോ? ഒരു വചനമുണ്ട്, 1 പത്രോസ് 5 അതിന്റെ 10-ാമത്തെ തിരുവചനം. 1 പത്രോസ് 5 അതിന്റെ 10-ാമത്തെ തിരുവചനം. തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ സഹനം? 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായി. അപ്പൊ എങ്ങോട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്? നിത്യമഹത്വത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ വന്നില്ല. എനിക്ക് ആൻസർ വന്നില്ല, അല്ലേ? കാലിന് പരിക്ക് പറ്റി, വേണമെങ്കിൽ പരിക്ക് പറ്റാതെ കർത്താവിന് താങ്ങാമായിരുന്നു. വണ്ടി മറിയാതെ, അല്ലേ, ഇരിക്കാം. കാരണം ട്രക്ക് വണ്ടിയിൽ തട്ടിട്ടില്ല, അല്ലേ? റോഡിൽ നിന്ന് വണ്ടി
താഴത്തേക്ക് അല്പം ഭയത്തോടെ ചാടിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത്. വേണമെങ്കിൽ ആ വണ്ടി മറിയാതെ, അല്ലേ, വണ്ടി മറിയാതെ ഈ കുരങ്ങുഞ്ഞുങ്ങള് അമ്മേനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന മാതിരി ചേച്ചിക്ക് ജോസേട്ടനെ അള്ളിപ്പിടിച്ച് വേണമെങ്കിൽ അവിടെ ഇരിക്കാമായിരുന്നു, വണ്ടി മറിയാതെ ഇരിക്കാമായിരുന്നു. പക്ഷെ ആൻസർ നിങ്ങൾക്ക് കേൾക്കണോ? ആൻസർ കേൾക്കണോ? അങ്ങനെ വണ്ടി മറിയാതെ ഇരുന്നുവെങ്കിൽ, ജോസേട്ടന് പരിക്ക് പറ്റാതെ ഇരുന്നുവെങ്കിൽ, ഇന്ന് ദിവസത്തിൽ മണിക്കൂറുകൾ തമ്പുരാനോട് കൂടെ വചനത്തോടു കൂടെ പുതിയ നിയമം മുഴുവനും ഏതാണ്ട് വായിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. ഇരിക്കുമായിരുന്നോ? ഇരിക്കുമായിരുന്നോ? വചനം വായിക്കാത്തവർക്കൊരു അടയാളം കൂടിയത് കേട്ടോ. ഇതാണ് കർത്താവിന്റെ സ്നേഹം, ഇതാണ് കർത്താവിന്റെ കരുണ. മനസ്സിലായോ? അല്ലാതെ അവിടെ ഉറ്റിച്ചാടിച്ച് ഇനി പട്ടിമുള നിൽക്കുന്ന പോലെ കാലും പൊക്കി പിടിച്ച് നടക്കാനല്ല. കർത്താവിന്റെ കരുണയും സ്നേഹവും എന്ന് പറയുന്ന മക്കളെ ഇതാണ്. എന്റെ വചനത്തിലേക്ക് നിന്നെ ഞാൻ വലിച്ചടിപ്പിക്കും ഒരു ചെറിയ തട്ടിലൂടെ, ഒരു ചെറിയ അപകടത്തിലൂടെ. ഞാൻ ചോദിക്കട്ടെ, വേണമെങ്കിൽ ഈ കാല ഒടിയാമായിരുന്നു, അല്ലേ, ഞെരിഞ്ഞു പോകാമായിരുന്നു. ഇപ്പൊ പൊട്ടുമാത്രമേ. ചേച്ചിക്ക് റോഡിലേക്കാണ് ചേച്ചി തെറിച്ചു വന്നിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എന്ത് സംഭവിക്കുമായിരുന്നു? ഇത് പാവം ജോസേന്റെ പുറത്തേക്ക് തവള ഇരിക്കുന്ന മാതിരി ഇരുന്നുകൊണ്ട് അതിനൊന്നും സംഭവിച്ചില്ല. കാല് ശരിയോ? കാലിന്റെ പെരുവറിൽ ചെറുതായിട്ടൊന്ന് തൊലി പോയിന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. വണ്ടിയുടെ വെയിറ്റും ഇതിന്റെ വെയിറ്റും ഒക്കെ കൂടിയ പാവത്തിന്റെ പുറത്ത്. ഉണ്ടോ? അപ്പൊ ഇത് നന്മയായോ തിന്മയായോ? ലോകം ഇതിനെ നോക്കി എന്ത് പറയും? അയ്യോ പാവം മോശം, ഇത് പറ്റിയില്ലോ, എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ പോകും, എല്ലാ വെള്ളിയാഴ്ചയും സ്വന്തം ഭവനം ആരാധനാലയമാക്കി മാറ്റുകയും ചെയ്തിട്ട് ആ മനുഷ്യൻ ഇത് തന്നെ സംഭവിച്ചല്ലോ. ഇതിന്റെ മനുഷ്യൻ പറയുക. ഇപ്പൊ വായിക്കുന്ന വചനം ഹൃദയത്തിൽ പതിക്കുന്നു, അത് മനസ്സിലാകുന്നുണ്ട്. വായിക്കുന്ന വചനം മനസ്സിലാകുന്നുണ്ട്. നമ്മൾ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ഇതിങ്ങനെ വായിച്ചു പോകുമല്ലേ, അല്ലേ? മനസ്സിലാകാതെ പോകുമ്പോ പെട്ടെന്ന് കാലിൽ ഒരു വേദന വരും. അപ്പോൾ പെട്ടെന്ന് ആ ആക്സിഡന്റിനെ കുറിച്ച് ഓർക്കും. ഏത് മനസ്സിലാകാത്ത വചനം അന്നേരം മനസ്സിലാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതെന്തിനാണ്? 3 കാര്യങ്ങളാണ് അവിടെ പറയുക. എന്താ പറഞ്ഞേ? അല്പകാലത്തെ സഹനം, സഹനത്തിന് ശേഷം അതിലൂടെ നിങ്ങളെ പൂർണ്ണരാക്കും. അപ്പൊ പൂർണ്ണരാക്കും, സ്ഥിരീകരിക്കും, ശക്തീകരിക്കും. 3 കാര്യങ്ങളാണ് എന്തിലൂടെ സംഭവിക്കുക? ഈ അപകടത്തിലൂടെ സംഭവിക്കുക. 3 കാര്യങ്ങൾ എന്താണ്? പൂർണ്ണരാക്കപ്പെടും. പൂർണ്ണരാക്കപ്പെടും. എന്ത് പൂർണ്ണത? ഈ മനുഷ്യൻ പൂർണ്ണ മനുഷ്യനല്ലേ? ഈ മനുഷ്യനിപ്പോ പറയത്തക്ക പാവം ചെയ്യുന്നുണ്ടോ? ചേച്ചി ഉണ്ടോ? ഒന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നല്ലേ? പൂർണ്ണല്ലേ? ഈ പൂർണ്ണതയല്ല, നമ്മൾ കാണുന്ന പൂർണ്ണതയല്ല, ദൈവം കാണുന്നത്. അതേത് പൂർണ്ണതയാ? അത് മത്തായി 5:48 കിടപ്പുണ്ട്. മത്തായി 5:48 ഈശോ പറഞ്ഞു, എന്റെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ
നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഹല്ലേലൂയ. അതാണ് നമ്മൾ ആരാധനയിലൊക്കെ കണ്ടത്. പിതാവിന്റെ പൂർണ്ണത, പരിപൂർണരായിരിക്കുവിൻ. ഈ പൂർണ്ണതയിലേക്കാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുക. അപ്പോ പൂർണ്ണരാക്കപ്പെടും. രണ്ട്, സ്ഥിരീകരിക്കും. എന്താ സ്ഥിരീകരിക്കാന്ന് പറഞ്ഞാൽ? എന്താ സ്ഥിരീകരിക്കാന്ന് പറഞ്ഞാൽ? അത് ഉറപ്പിക്കുക. എന്തുറപ്പിക്കുക? ഇപ്പോ ഒരു കുറ്റവാളി, ആ കുറ്റവാളിക്ക് ശിക്ഷ വിധിക്കുകയാണ് ജഡ്ജി. അവൻ നിരപരാധിയാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. പിന്നെ അവൻ ആ കുറ്റവും പേര് നടക്കണോ? ആ സംഭവത്തിന്റെ ഭയമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആകുലതയോ എന്തെങ്കിലും അവനെ പിടികൂടുവോ? ന്യായാധിപൻ ഇവൻ നിരപരാധിയാണെന്ന് സ്ഥിരീകരിച്ചാൽ പിന്നെ ആരൊക്കെ ഇവൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ലോകമാനെ ചൂണ്ടി പറയും അവൻ കള്ളനാണ്, അവൻ ആ കൊല ചെയ്തിട്ടുണ്ട്, അവൻ തന്നെയാണ് അത് ചെയ്തത്. ന്യായാധിപൻ പറയുന്നു ഇവൻ നിരപരാധിയാണെന്ന് അവിടെ ഒരു സ്ഥിരീകരണം നടത്തുകയാണ്. ജനം പറയും അല്ല, ദൈവം ഇതാ നമ്മളെ സ്ഥിരീകരിച്ചാൽ പിന്നെ മനുഷ്യൻ എന്തു പറഞ്ഞാലും സ്ഥിരീകരണം. അടുത്തെന്താ? ശക്തീകരണം. 3 കാര്യങ്ങളാണ്. ശക്തീകരണം. എന്തിലൂടെയാ ശക്തീകരണം? ഈ സഹനത്തിലൂടെ, ഈ തകർച്ചയിലൂടെ, ഈ ഒരു അപകടത്തിലൂടെ അതിനെ അതിജീവിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോ എന്ത് സംഭവിക്കും? ശക്തീകരണം. അങ്ങയെക്കുറിച്ച് അല്ലേ ജോബ് പറയില്ല, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോ വരെ? ശരീരം അഴകി അല്ലേ, മാംസമൊക്കെ ശരീരത്തിൽ നിന്ന് വിട്ട് പോകുന്നത് വരെ, പുഴുവരിക്കുന്നത് വരെ, ജനം തള്ളിക്കളഞ്ഞത് വരെ, ഭാര്യ ശപിച്ച് ഇട്ടേച്ചു പോയത് വരെ എന്ത് വിചാരിച്ചു? അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എപ്പോഴാണ് ആ സഹനത്തിന് ശേഷം ദൈവത്തെ മുഖാഭിമുഖം ജോബ് കണ്ടു. ദൈവത്തെ മുഖാഭിമുഖം ജോബ് കണ്ടു അല്ലേ? 119 സങ്കീർത്തനം അതിന്റെ 71 വചനം നോക്കി. 71 വചനത്തിലാണ് തോന്നുന്നു, ആ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. അപ്പൊ സഹനം, ദുരിതം, തകർച്ച എന്തിനു വേണ്ടിയാണ്? അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിക്കാൻ വേണ്ടി. ചട്ടങ്ങൾ, നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? ദൈവവചനം. ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുക ഒരാൾ നാളെ കണ്ടോ? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അവ മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. അഭ്യാസി ആരാ? സർക്കസിലൊരു അഭ്യാസി കിച്ചു ചെയ്യുന്നത് പോലെയാണോ സർക്കസിൽ അഭ്യാസം ചെയ്യണേ? 8 വയസ്സുള്ള ചെറുക്കൻ എന്ത് ചെയ്യും? പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങും, ഒറ്റക്കാലിൽ കറങ്ങും,
തലകുത്തി നിൽക്കും, മറിയും, തിരിയും. അവൻ പല അഭ്യാസവും കാണിക്കും. സാധാരണക്കാരന് കാണിക്കാൻ പറ്റുമോ? അത് തന്നെ ഇവിടെ പറയുന്നേ. ഞാൻ അങ്ങയുടെ വചനത്തിൽ അഭ്യസിച്ചു, വചനം അഭ്യസിച്ചു. സ്പെഷ്യലൈസ് ചെയ്യുന്നില്ലേ സാധാരണക്കാരിൽ നിന്ന്? എക്സ്ട്രാ ഓർഡിനറി. അങ്ങയുടെ വചനം ഞാൻ അഭ്യസിച്ചു. ഇതാണ് നമുക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തില് ഓരോ സംഭവങ്ങളും അനുവദിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഇതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് ഇതെല്ലാം ദൈവം ഉപരി നന്മയ്ക്കായിട്ട് മാറ്റുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ്. ഒറ്റ ലക്ഷ്യം അല്ലേ? ഒരു വചനം കൂടെ വായിച്ച്, പ്രഭാഷകന്റെ പുസ്തകം, പ്രഭാഷകൻ 2:5, പ്രഭാഷകൻ 2:5 കൂടെ അത് വായിച്ച്. എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത്? ഇതാ വായിച്ചേ. അതിന്റെ 4ാമത്തെ വചനം വായിച്ചേ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണ്ണമഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അതാണ് സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യൻ. ഈ ഒരുക്കി വാർത്തെടുക്കലാണ് നമ്മുടെ ഒക്കെ ജീവിതത്തില് ഓരോ തകർച്ചകളും ദുരിതങ്ങളും സഹനങ്ങളും വരുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, കർത്താവ് നമ്മളെ ഏറ്റവും സ്വീകാര്യരായ മനുഷ്യരാക്കി മാറ്റാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ത്? ഈ സഹനം, ഈ തകർച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അല്ലേ? അങ്ങനെ നിന്നാൽ, അങ്ങനെ ആ സഹനത്തേക്ക് അതിജീവിച്ച് തമ്പുരാന്റെ സന്നദ്ധിയിൽ നിൽക്കുമ്പോൾ അല്ലേ, ആ ഒരു വചനം നമ്മൾ ആദ്യം കണ്ട വചനം 1 പത്രോസ് 5:10 കണ്ടത്. അതിന്റെ മുകളിലേക്ക് പോകുമ്പോ 6ാമത്തെ വചനം അല്ലേ, നീ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ ഇങ്ങനെ സഹനങ്ങളെ അതിജീവിച്ച്, തകർച്ചകളെ അതിജീവിച്ച്, മുറുമുറുപ്പില്ലാതെ, പരാതിയില്ലാതെ, അതിനെല്ലാം പ്രതി നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ തമ്പുരാന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ ഇതെന്റെ ദൈവം ഉപരി നന്മയ്ക്കായിട്ട് മാറ്റുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മളത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ തമ്പുരാന്റെ വചനം എന്താ പറയുന്നത്? താഴ്മയോടെ അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനത്തിലൂടെ അല്ലാതെ നമുക്ക് വിശുദ്ധീകരണം ഇല്ല. അതാണ് ഇപ്പൊ നമ്മൾ ഈ വചനത്തിലൂടെ എല്ലാം നമ്മൾ കണ്ടത്. അതുകൊണ്ട് കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ കർത്താവ് ഉപരി നന്മയ്ക്കായിട്ട് എങ്ങനെ മാറ്റുന്നു എന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഈ വചനത്തിലൂടെ കേട്ട പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ജോസേഫിന്റെ ജീവിതത്തിൽ വന്ന അനുഭവത്തിലൂടെ ഒക്കെയാണ് നമ്മളിത് മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ചെയ്ത നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒക്കെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരല്പസമയം നമുക്ക് കർത്താവിനെ ഒന്ന് വ്യക്തിപരമായിട്ടൊന്ന് സ്തുതിക്കാനായിട്ട് ഒരുങ്ങാം. ദൈവം ചെയ്ത അനവധി നന്മകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. അതിനെയൊക്കെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാതിന് മുമ്പായിട്ട് കർത്താവ് നമ്മളെ കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് കർത്താവിന് നന്ദി പറയാം. വലുതുകരം ഉയർത്തി കർത്താവ് തന്ന ഈ തിരുവചനത്തിന് സഹനത്തിലൂടെ ഞങ്ങളെ ഒരുക്കി വാർത്തെടുക്കുന്ന നല്ല ദൈവം, അതേ സഹനത്തിനൊടുവിൽ
വലിയ ദൈവമഹത്വം ആ തകർച്ചയുടെ സകലത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള വലിയൊരു സത്യം കർത്താവ് വചനത്തിലൂടെ മനസ്സിലാക്കി തന്നതിന് കർത്താവിനെ ഒരു നിമിഷം നന്ദി പറഞ്ഞു സ്തുതിക്കാം. ഹല്ലേലൂയ.